സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വചനം പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഈ തരത്തിലുള്ള പ്രതിസന്ധികളും ബന്ധനങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. പല കുടുംബങ്ങളും തകർന്നു പോകാൻ കാരണം മാതാപിതാക്കളോട് കാണിച്ച ക്രൂരതയാണ്. അങ്ങനെ പ്രവർത്തിച്ച മക്കളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ കൃപ അകന്നു നിൽക്കും. മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ആ കടമ നിർവഹിക്കാൻ എല്ലാ മക്കളും തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും ചില കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആര് മാതാപിതാക്കളെ സംരക്ഷിക്കും? 4-5 മക്കളുണ്ട്. അപ്പം ഏത് മകൻ ഏത് മകൾ സംരക്ഷിക്കും? ഇതാണ് മക്കളുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാവരും കൂടെ അപ്പനും അമ്മയും സമ്പാദിച്ച സമ്പത്തൊക്കെ വീതിച്ചെടുത്തു. അത് തുല്യമായിട്ട് വീതിച്ചു. അതുകൊണ്ട് അപ്പനെയും അമ്മേനെയും കൂടെ തുല്യമായിട്ട് വീതിക്കാൻ തീരുമാനമെടുത്തു. 1 മാസം മൂത്തവൻ്റെ കൂടെ, 2-ാം മാസം രണ്ടാമത്തവൻ്റെ കൂടെ, 3-ാം മാസം മൂന്നാമത്തവൻ്റെ കൂടെ. പ്രായമായി എഴുന്നേറ്റ് നിൽക്കാൻ നിവർന്നു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത അപ്പനും അമ്മയും ഓരോ മാസവും തങ്ങളുടെ ഭാണ്ഡക്കെട്ടെല്ലാം വരിഞ്ഞ് മുറുക്കി 1-ാം വീട്ടിൽ നിന്ന് 2-ാം വീട്ടിലേക്കും 2-ാം വീട്ടിൽ നിന്ന് അടുത്ത മാസം 3-ാം വീട്ടിലേക്കും 3-ാം വീട്ടിൽ നിന്ന് അവസാനം വീണ്ടും 1-ാം വീട്ടിലേക്കും ഇങ്ങനെ അവരുടെ ജീവിതം ഒരു പ്രയാണമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രായമായി അപ്പനെയും അമ്മയും ഇങ്ങനെ നടത്തിക്കണം, ഇങ്ങനെ വീട് മാറ്റിക്കൊണ്ടിരിക്കണം. അവർ നിങ്ങൾക്ക് ജന്മം തന്ന് നിങ്ങളെ വളർത്തി പോറ്റി വലുതാക്കി ആ ഭവനത്തിൽ തന്നെ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനും സന്തോഷത്തോടു കൂടെ അവിടെ മരിക്കാനും വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് മക്കൾക്ക് സാധിക്കുമല്ലോ. അങ്ങനെയൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അനീതിയാണ് പ്രവർത്തിക്കുക. ചെറുപ്പമായിരുന്നപ്പം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതിരുന്ന കാലത്ത് ആ സമയത്ത് എല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടത്ര രീതിയിൽ വേണ്ട സംരക്ഷണം എല്ലാം നമുക്ക് ചെയ്ത് തന്ന് അനുഗ്രഹിച്ചല്ലോ. അങ്ങനെ അനുഗ്രഹിച്ച നമ്മുടെ മാതാപിതാക്കളെ ഇപ്പോൾ അവർക്ക് വയ്യാതെ ആയപ്പം കുഞ്ഞുങ്ങളെപ്പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ മാതാവിനെയും പിതാവിനെയും പരിചരിക്കാൻ നമുക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. തിരുവചനം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർക്കുക. അത് നല്ലതാണ്. അവിടെ തിരുവചനം പറയാണ്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. എന്നാൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കണ്ണീര് നിനക്ക് എതിരായിട്ട് ഒരു നിമിഷമെങ്കിലും വീഴാനിടയായാൽ, നീ മൂലം അവരുടെ കണ്ണീരൊഴുകാൻ ഇടയായാൽ, ആ കണ്ണീര് നമ്മുടെ ജീവിതത്തിൽ ഒരു ശാപമായിട്ട് തന്നെ നിലനിൽക്കും. എന്തിനാണ് ആ ശാപം പറഞ്ഞത്? അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തുകൂടെ? നീ വിവാഹിതനാകുമ്പം നീ വിവാഹം ചെയ്യുന്ന നിൻ്റെ പങ്കാളിയുടെ പിതാവും മാതാവും നിൻ്റെ മാതാവും നിൻ്റെ പിതാവുമാണെന്നറിഞ്ഞ് അവരെ മാതാവും പിതാവും എന്ന നിലയിൽ സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള കടമ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് അന്യൻ്റെ അമ്മയാണ്, അന്യൻ്റെ അപ്പനാണ് എന്ന് കാണാൻ ഇടയാക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ജീവിതമായിട്ട് നമ്മൾ കാണണം. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, കർത്താവിൻ്റെ കൃപയുണ്ടാകും. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത്
സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ കൊടുക്കണം. കാരണം ഗ്രാൻഡ് ചിൽഡ്രൻ അവരെയൊക്കെ കാണുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമാണ്. അവരോടൊത്ത് കളിക്കുന്നത് അവർക്ക് സന്തോഷമാണ്. ഈ കുഞ്ഞുങ്ങൾക്കും പ്രായമായ മാതാപിതാക്കളുടെ പരിചരണവും സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുടുംബങ്ങളിലെല്ലാം കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു, 1ഉം 2ഉം ഒക്കെ ആയിട്ട് പരിമിതപ്പെട്ടു. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ആവശ്യം ഇല്ലാണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ചിട്ടയിലും സ്നേഹത്തിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാമർഥ്യമുണ്ട്. അത് അവരുടെ ഇടപെടൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമാകും. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു സ്രോതസ്സാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്. ആ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ദൈവകൃപയിലേക്ക്, സ്നേഹിക്കുന്ന ദൈവകൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ കൃപാനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.